ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട് ഏത് മേഖലയാണോ ഫോക്കസ് ചെയ്തത് അപ്പോഴാണ് ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക്. ബിസിനസ്സിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമാനമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസി, 6 മണിക്കൂർ വെച്ച് 166 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 160 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഇൻകവും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം മെസ്സേജിന്റെ പ്ലാൻ അത്ര മനോഹരമായിട്ടുള്ള പ്ലാനാണ്. ഏതൊരു തുടക്കക്കാർക്കും 10,000 ഇൻകം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബ്രോൺസ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ തന്നെ ബിസിനസ് ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കാരണം കമ്പനി 3 റാങ്കുകളിലേക്ക് മാത്രം പൈസ പമ്പ് ചെയ്യുന്നു. മെസ്സേജിൽ 1,68,00,000 ഒക്കെ മേടിക്കുന്ന വ്യക്തികളുടെ വരുമാനം പോലും അദ്ദേഹം വീട്ടിലേക്ക് വാങ്ങിച്ച പർച്ചേസിന്റെ പോലും താഴെ തട്ടിലേക്ക് വീതം വയ്ക്കുന്ന ഒന്നാമതൊരു സിസ്റ്റം ഒക്കെ വെസ്റ്റേജ് കൊണ്ടുവന്നിരിക്കും. അപ്പൊ ടോപ്പിലുള്ള ആളുകളുടെ വരുമാനം എടുത്ത് താഴെയിട്ട് കൊടുക്കുന്ന ലോകത്തിലെ ഒരു കമ്പനി വെസ്റ്റേജ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊരു വരുമാനം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് 25,000, 50,000, 1,00,000 ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സമയം കൊണ്ട് മാത്രം സാധിക്കും. ഒരു 166 ദിവസം തുടർച്ചയായിട്ട് അവിടെ ഫോക്കസ് ചെയ്താൽ മതി. പക്ഷെ ലീഡർഷിപ്പിലേക്ക് വന്നെങ്കിൽ അത് 5,000 മണിക്കൂറിന്റെ പ്രവർത്തനം ഉണ്ടാകും തുടർച്ചയായിട്ടുള്ളത്. അപ്പോഴാണ് ലീഡറായിട്ട് മാറും. ഇനി അതിൽ നിന്ന് മാറി ഒരു 10,000 മണിക്കൂറിന്റെ പ്രവർത്തനം വരുമ്പോൾ 1,667 ദിവസമൊക്കെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് അതിൽ ഫീൽഡ് ക്ലാസ് ആയി മാറുന്നത്. എന്നുവെച്ചാൽ 916 എന്നൊക്കെ പറയില്ല. അപ്പൊ SP സാറിനെ പോലെ, നമുക്ക് വരൻ സാറിനെ പോലെ, ജ്യോതിഷ് സാറിനെ പോലെ, അതുപോലെ നമ്മുടെ സിദ്ധാർത്ഥ് സിംഗിനെ പോലെ, അങ്ങനെ കുറെ അറിയാം. അപ്പൊ നമുക്കറിയാം അതിന്റെ ഒരു 10-40 പേരെ കമ്പനി വലിയ മീറ്റിങ്ങുകളിലൊക്കെ അവരുടെ പ്രൊഫൈലൊക്കെ കാണിക്കാം. അല്ല നമ്മുടെ സക്സസ് പ്രൊഫൈലൊക്കെ നോക്കിയാൽ അതിനൊക്കെ തനി തങ്കം കാണാം. ഈ തനി തങ്കമൊക്കെ 1,667 ദിവസമൊക്കെ തുടർച്ചയായിട്ട് ഫോക്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് നിങ്ങൾ എന്തുമാത്രം സമയം എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ സ്ഥലത്തായിരിക്കും വിജയം വരും. പണ്ട് പറയും പോലെ കിണർ കുത്തുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ കുഴി കുത്തിയാലാണ് വെള്ളം ലഭിക്കുള്ളൂ, പല സ്ഥലത്ത് കുത്തിയാൽ കിട്ടുന്ന ആവാത്ത പോലും പല ഉദാഹരണം സഹിതം നമ്മുടെ അടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. പുസ്തകങ്ങളിലൂടെ എല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രോസസ് ഇഷ്ടപ്പെടാതെ വലിയ സ്വപ്നങ്ങൾ ഒന്നുമില്ലാതെ കടന്നു വരുന്ന വ്യക്തികൾ ഒരിക്കലും എങ്ങും എത്തിയത്. ഈ പ്രോസസ്സിലൂടെ പോരുകയും ചെയ്യണം, വലിയ സ്വപ്നങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യണം. ഇങ്ങനെയുള്ള വ്യക്തികൾ മാത്രമേ ലീഡർ ആവുള്ളൂ. ഗാന്ധിജി ലീഡർ ആയത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് വലിയൊരു ഫോക്കസ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് വലിയൊരു ഡ്രീം ഉണ്ടാകും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും വിജയിച്ചിരിക്കുന്ന മുഴുവൻ വ്യക്തികളും, ഇപ്പൊ യൂസഫലി വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാ രാജ്യത്തും സൂപ്പർ മാർക്കറ്റ് എല്ലാ ജില്ലകളിൽ നിന്നും കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ തലമുറയെ സാധിക്കും. ഇപ്പൊ തന്നെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും വന്ന് തുടങ്ങി. ഇപ്പൊ അതേ കോട്ടയത്തൊക്കെ ലുലുമാൾ വരുന്നു, പാലക്കാട് വരുന്നു, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇരിക്കുന്ന ഏറ്റവും വലുത് കോഴിക്കോട് വരുന്നു. അപ്പോ ആദ്യമായിട്ട് കേരളത്തിൽ കൊച്ചിയിൽ ലുലുമാൾ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരുന്ന ലുലുമാൾ എന്താണ് ലുലുമാൾ എന്ന് സാധാരണക്കാരൻ മനസ്സിലാക്കിയത് കൊച്ചി ലുലുമാൾ വന്നു. അപ്പൊ മലയാളീസ് ഏകദേശം മനസ്സിലാക്കി. അപ്പൊ മലയാളിയുടെ ആഗ്രഹമാണ് എല്ലാം നമ്മുടെയൊക്കെ നാട്ടിൽ വന്നത്. അദ്ദേഹം എല്ലാ നാട്ടിലും തുടങ്ങുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇത് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അങ്ങനെ വളരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ. ഈ മാസം ഇന്ന് 16 ദിവസം കഴിഞ്ഞു. നിങ്ങൾ 1-to-1 പ്ലാൻ എത്ര പേർക്ക് കൊടുക്കും? നമ്മൾ മിക്കവാറും ചിന്തിക്കുന്ന ആ വ്യക്തി വന്നാൽ ശരിയാവും, ഈ വ്യക്തി വന്നല്ലേ, ഇവള് വന്നാൽ ശരിയാവും, അവള് വന്നാൽ ശരിയാവും, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണല്ലോ, അവൻ അങ്ങനെ. ഇതൊന്നും നമ്മുടെ ചിന്തയിൽ പാടില്ല. പകരം നിങ്ങൾ എത്ര പേർക്ക് പ്ലാൻ കൊടുക്കും? വീണ്ടും മുന്നോട്ട് വയ്ക്കുന്ന വളരെ വളരെ മനോഹരമായ സിസ്റ്റങ്ങളാണ്. 1000 പ്ലാൻ കൊടുത്താൽ 1000 പ്ലാൻ കൊടുക്കാൻ ജനുവരി മാസം 30-ാം തീയതി സമയം തന്നുകൊണ്ട് 1000 പേരെ ജോയിൻ ചെയ്യിച്ച് 1000 പേരെ ടൗൺ ആക്കാനോ 1000 പേരെ ബ്രോൺസ് ആക്കാനോ അല്ലോ പറഞ്ഞിരിക്കുന്നത്. വെറും 1000 പേർക്ക് ഈ അവസരം പറയാൻ ഈ ജനങ്ങളുടെ നമ്മൾക്ക് പരിചയമുള്ളത്, നമ്മൾ പരിചയപ്പെടുത്തിയ പരിചയമുള്ളത്, അവർ പരിചയം ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയി 1000 പേർക്ക് പ്ലാൻ കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ കമ്പനി വെച്ചിരിക്കുന്ന ഓഫർ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഞാൻ പറയുകയാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് 1,00,000 അവാർഡ് തന്നാൽ പോലും അതിനേക്കാളും പവർഫുൾ ആണ് അവിടെ അന്ന് നിങ്ങൾക്ക് ആ വേദിയിൽ കിട്ടുന്ന സ്വീകരണം. ഞാൻ നേരിട്ട് കണ്ടതാണ് 2 സ്ഥലങ്ങളിൽ വെച്ച്, ഡൽഹിയിൽ വെച്ചും ഹൈദരാബാദിൽ വെച്ചും. അവിടെ നിങ്ങൾക്ക് SP സാർ 10,00,000 രൂപ തരുന്നേക്കാളും വാല്യുള്ള ഒരു റെക്കഗ്നേഷനാണ് അവിടെ വെച്ച് നടന്നത്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു അംഗീകാരത്തിന്റെ വീഡിയോ മാത്രം മതി ഈ ബിസിനസ് നിങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും ഉണ്ടാകും. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ഞാൻ തന്നെ പോയി 1000 പേരെ കാണുമോ? ഒരിക്കലും വേണ്ട. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും എന്റെ ആൾക്കാരാണെങ്കിൽ ഞാൻ ഇവരുടെ കൂടെ എല്ലാ ദിവസവും പോകാൻ തയ്യാറാണെങ്കിൽ എനിക്ക് 1000 പേരെ കവർ ചെയ്യാൻ എന്താ താമസം? ഒരു 4-5 പേരുടെ ഗ്രൂപ്പ് മീറ്റിംഗ് എടുത്താൽ അവിടെ 4 പണ്ടുകൊടുക്കണം. എടുക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് നാളെ ഒരു സെഷൻ നമ്മുടെ സുധീഷ് മർനാട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സെഷനിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഒരു ദിവസം എത്ര പേർക്ക് പ്ലാൻ കൊടുക്കും? ഈ 16 ദിവസം നിങ്ങൾ എത്ര പേർക്ക് പ്ലാൻ കൊടുക്കും? അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ലീഡർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നമ്മുടെ PV നയിക്കാനോ എങ്ങനെയെങ്കിലും നമുക്ക് റാങ്ക്
ലീഡർഷിപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേർക്ക് പ്ലാൻ കൊടുക്കും? പ്ലാൻ കൊടുക്കണമെങ്കിൽ നേരിട്ട് തന്നെ പോകണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് സൂമിൽ ഇരുന്ന് കൊടുക്കാം. സൂം ഉപയോഗിക്കാൻ അറിയില്ലാത്തവർക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയില്ലാതായതല്ലേ, വാട്സപ്പിലൂടെ പ്ലാൻ കൊടുക്കുക, വീഡിയോ ഓൺ ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെല്ലാം പുറപ്പെടുന്നതിന് മുമ്പ് 100 പേരുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? 100 പേരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നു, അത് 1000 ആവാനായിട്ട് വെറും 10 ദിവസം മതി. വെറും 10 ദിവസം പറയുന്നത് നിങ്ങൾക്ക് വേണേൽ പ്രാക്ടീസ് ചെയ്യാം. 100 പേരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്തവർ ജീവിക്കുന്ന ആരും തന്നെ ഇവിടെ ഇല്ല. നമ്മൾ പല മീറ്റിങ്ങിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളെ കാണാൻ 100 പേര് വരുമെങ്കിൽ ഈ നിലച്ചിരിക്കുന്ന ഹാർട്ടിന് 100 പേരെ സ്വാധീനിക്കാൻ എങ്ങനെ സാധിക്കും? അപ്പൊ നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ 100 പേരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നെങ്കിൽ ഇരിക്കുന്ന ഈ ഹാർട്ടിന് 1000ങ്ങളെ 10,000ങ്ങളെ സ്വാധീനിക്കാൻ ശക്തിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരും മരിച്ചാൽ 100 പേര് കാണാൻ വരുന്ന എന്റെ വിശ്വാസം. അതിൽ താഴെ ആരെങ്കിലും കാണും 100 പേര്. അപ്പോ 100 പേരുടെ ലിസ്റ്റ് എഴുതാനേ പറയുന്നു. 100 പേരെ ഇതിന്റെ ടോപ്പ് ലെവലെത്തിക്കാനല്ല പറയുന്നു. അപ്പൊ 100 പേരുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി വന്നു അത് 1000 പേരാക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ് അത് സാധിക്കുന്നത് എന്നുള്ള കാര്യത്തിലോട്ട് പോയാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് റെഫറൻസും കാര്യങ്ങളും കിട്ടും. എങ്ങനെ നമ്മളിൽ നിന്നും റെഫറൻസ് കിട്ടും, നമ്മളുടെ ലിസ്റ്റിൽ നിന്ന് കിട്ടും. നമ്മൾ പരിചയപ്പെടുത്തിയ 100 പേരുടെ റെഫറൻസ്. ഉദാഹരണം, പാല് വീട്ടിൽ വാങ്ങുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ പാല് കൊണ്ടുതരുന്ന, പത്രം കൊണ്ടുതരുന്ന ആൾക്കാരുണ്ട്. എന്തിന്? നിങ്ങളുടെ റീഡിങ്, ഇലക്ട്രിസിറ്റി ബോർഡിലെ റീഡിങ്ങിൽ വരുന്ന ആൾക്കാരുണ്ട്. മിക്കവാറും 2-3 മാസമായി പുതിയ ആൾക്കാരാണ് മാറി വരുന്ന കാണാം. അതുപോലെ ഇലക്ട്രീഷ്യൻ, പ്ലംബർ, LEC ഏജന്റ്, ചിട്ടി, ഇങ്ങനെ പല മേഖലയുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഡെയിലി കണക്ഷൻ ഉണ്ട്. ഒരുപക്ഷെ ഇവരൊന്നും ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലോട്ട് വരുന്നത് യാതൊരു ഗ്യാരണ്ടി ഇല്ല. പക്ഷേ ഇവര് ചിലപ്പോൾ റെഫറൻസ് നിങ്ങൾക്ക് തരും. 2, 4, 5 റെഫറൻസ് തരും. ചിലപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ ആളോട് സംസാരിച്ചതിന്റെ ഫലമായിട്ട് ഈ പ്ലംബർ മേടിച്ച ഒരു തേയിലയോ ഒരു സോപ്പ് പൊടിയോ ഒരു പേസ്റ്റോ മാത്രമായിരിക്കും. പക്ഷെ അവര് തന്ന റെഫറൻസ് നിങ്ങൾക്ക് ചിലപ്പം പവിഴങ്ങളെയും മുത്തുകളെയും കാണിച്ചു തരും. അപ്പൊ അതുകൊണ്ട് 100 പേരുടെ ലിസ്റ്റ് എഴുതിയാൽ അത് 1000 ആക്കാൻ നിസ്സാര സമയം മതി. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റെഫറൻസ് എടുക്കാനായിട്ട് പഠിക്കുക. അതിൽ 2-ൽ 1 ഉറപ്പുവരുത്തും. 1, എല്ലാ ദിവസവും നിങ്ങളുടെ ബിസിനസ് ഗ്രോത്ത് ഉണ്ടോ? എങ്ങനെയാണ് ഗ്രോത്ത്? PV മാത്രമല്ല ഗ്രോത്ത്. എല്ലാ ദിവസവും നിങ്ങളുടെ ലിസ്റ്റിലോട്ട് പുതിയ ആളുകൾ വരുന്നുണ്ടോ? അതും ഗ്രോത്താണ്. എല്ലാ ദിവസവും PV വരുന്നുണ്ടോ? അതും ഗ്രോത്താണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ഗ്രോത്ത് ഇതിനേക്കാളും മുകളിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഡെയിലി നിങ്ങളുടെ അപ്ലൈനാണ് വിളിക്കുന്നത്, നിങ്ങൾ അപ്ലൈനാണ് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങളെ അപ്ലൈനാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് മൈനസ് ആണ്. നിങ്ങൾ അപ്ലൈനാണ് ഡെയിലി വിളിക്കുന്നതെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഒരു ദിവസം വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് മുകളിലേക്ക്. ഇത് പലർക്കും അറിയില്ലാത്തത്. കാരണം അപ്ലൈനും നമ്മൾ വിളിക്കാത്തതിന്റെ കാര്യം എന്നാണ്, നമ്മളിത് റെഗുലറായിട്ട് ചെയ്യുന്നില്ല. പിന്നെ ചോദിച്ചാൽ എന്ത് പറയും? ഈ ഒരു മണി കാരണം നമ്മൾ വിളിക്കാണ്ടിരിക്കും. അപ്പൊ ഒരിക്കലും നമുക്ക് ലീഡർഷിപ്പിലേക്ക് വരാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ സുധീഷ് സാർ ഇവിടെ ഇരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണേ ചോദിക്കാം. ഞാൻ ഒരു ദിവസം വിളിക്കാത്ത ദിവസങ്ങളുണ്ട്, 2-3 ദിവസം. ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, ഇനി 3 വിളിച്ചിട്ട് തിരക്കിലാണ് എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമാശയ്ക്ക് പലതും പറയാം. അപ്പോ നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അപ്ലൈനെ വിളിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് വരുന്നേക്കാം. മിക്കവാറും അങ്ങോട്ട് വിളിച്ചിട്ട് പോലും തിരിച്ചു വിളിക്കാത്ത ചില ആൾക്കാർ തിരക്കിലാണ്, അറിയാം ഹോസ്പിറ്റലാണ് തിരിച്ചു വിളിക്കാന്ന് പറയുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വിളിക്കുമ്പോഴേ പറയാം, അയ്യോ അത് ഞാൻ പിന്നെ മറന്നുപോയി. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ മനസ്സിലാക്കാം, നിങ്ങൾ എന്തൊക്കെ കാണിച്ചാൽ ലീഡർഷിപ്പിൽ വരില്ല. അപ്പൊ ലീഡർഷിപ്പിലേക്ക് വരുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇതിനകത്ത് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നെറ്റ്വർക്ക് മാർക്കറ്റിൽ വിജയിക്കുന്നവർ ലീഡർഷിപ്പ് എടുത്ത ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ലൈനിലേക്ക് വിളിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ലീഡർഷിപ്പ് എടുക്കാൻ സാധിക്കില്ല. പിന്നെ പൈസ എന്തെങ്കിലും ഉണ്ടാക്കാൻ 10,000 25,000 ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ലീഡർഷിപ്പിലോട്ട് വന്നാലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ യഥാർത്ഥ ആ ഫ്രൂട്ട് നിങ്ങൾക്ക് നുകരാൻ സാധിക്കും. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ലീഡർഷിപ്പിലോട്ടാണ് വരുന്നത്, നിങ്ങൾ ലീഡറായിട്ട് വരുന്നു, നിങ്ങൾ കുറച്ച് വരുമാനമൊക്കെ ആയി, നിങ്ങൾക്ക് 1 ലക്ഷം വരുമാനമായി, 2 ലക്ഷം വരുമാനമാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ മനോഹരമായ അല്ലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ടീമിൽ എത്ര പേര് ഇത് കണ്ട് ജീവിക്കുന്നവരായി വന്നു കഴിഞ്ഞു? മറ്റു പണിയൊന്നും ചെയ്യാതെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കണ്ട് ജീവിക്കുന്ന എത്ര പേരെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു? അവിടെ നിങ്ങളുടെ ലീഡർഷിപ്പോടെ നിങ്ങൾ ലീഡറായി മാറുന്നതായിട്ട്. അതേസമയത്ത് അവർ വേറെ പല പരിപാടിക്കും പോയി ഇടയ്ക്ക് മാത്രം ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ ടീമിലുണ്ട്. നിങ്ങൾക്ക് 2 ലക്ഷം വരുമാനം, നിങ്ങൾക്ക് 2 ലക്ഷം വരുമാനം, നിങ്ങളുടെ ടീമിലുള്ള കുറെ പേർക്ക് എന്തെങ്കിലും കിട്ടുന്നു. പക്ഷെ അവർ ജീവിക്കാൻ വേറെ പണി ചെയ്യുന്നത് നിങ്ങൾ ലീഡറായിട്ടില്ല. അപ്പോ 25,000, 50,000, 1 ലക്ഷം ഒക്കെ വരുമാനം വാങ്ങുന്ന ആളുകളെ സൃഷ്ടിക്കുമ്പോഴാണ് നിങ്ങൾ ലീഡറായിട്ട് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ആദ്യത്തെ 1 വർഷം, ഇതിൽ തുടക്കക്കാരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ 1 വർഷം നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് വെസ്റ്റേജ് ബിസിനസ് ചെയ്യരുത്. ഇത് പക്ഷേ 1 വർഷം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യം. എന്റെ അപ്പീനൊന്നും അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി പറയുന്നു, ആദ്യത്തെ 1 വർഷം നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാൻ പാടില്ല. പകരം ശ്രദ്ധയും കൊണ്ട് ചെയ്യാൻ തയ്യാറാണ്.
ഒരു സംശയമല്ല വിജയിക്കുന്നത് കാണാൻ പറ്റും. ഈ തുടക്ക സമയങ്ങളിൽ ബുദ്ധി ഉപയോഗിച്ചാൽ മൊത്തം കൺഫ്യൂഷൻ കാര്യങ്ങളും വരും. അപ്പോ ഈ ചില ആൾക്കാർ നമ്മുടെ വരുമാനം കൂട്ടാൻ വേണ്ടി ബുദ്ധി ഉപയോഗിക്കും. ഒരിക്കലും പാടില്ല. ഇത് ഹൃദയം കൊണ്ട് ചെയ്യുമ്പോൾ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങളുടെ വരുമാനം കൂടുന്നതായിട്ട് കാണാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ കോപ്പി അടിക്കാൻ തയ്യാറായി മതി. അപ്ലൈനെ കോപ്പി അടിക്കുക. അപ്ലൈനെ കോപ്പി അടിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും. ഒരു ഡൗൺലൈന് സ്ഥിരം 10,000 രൂപ മേളിൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടി അവരോടൊപ്പം പ്രവർത്തിക്കുക. ഒരു നമ്മുടെ ടീമിൽ വരുന്ന ഡൗൺലൈനിൽ 10,000 രൂപ ഉണ്ടാക്കി കൊടുക്കുന്നവരും വരെ അതിന്റെ ഓണർഷിപ്പ് നമ്മൾ എടുക്കും. കാരണം അദ്ദേഹത്തിന് പെട്രോൾ അടിക്കാനുള്ള കാശ് അല്ലെങ്കിൽ ഓടി നടക്കാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ 10,000 രൂപ വേണ്ടി വരും. ആ 10,000 രൂപ സൃഷ്ടിക്കുന്നിടം വരെ നമ്മൾ ഓടി നടക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമയങ്ങളിൽ നമ്മൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കും, കയ്യിൽ നിന്ന് കാശ് പോകും. ഒരു സംശയമില്ല. പെട്രോൾ അടിച്ചായിട്ടും അല്ലെങ്കിൽ ഡീസൽ അടിച്ചിട്ടായിരിക്കും, ഫുഡ് കഴിച്ചിട്ടായിരിക്കും, ഓട്ടോറിക്ഷ വിളിച്ചിട്ടായിരിക്കും, ബസ് വിളിച്ചിട്ടായിരിക്കും, ബസ്സൊക്കെ ഇരിക്കുക, പല രീതിയിൽ നിങ്ങളുടെ പൈസ പോകും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി പറയുന്നു, നിങ്ങൾക്ക് അവിടെ പൈസ നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പൈസ ചിലപ്പം അതിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ടീമിലൂടെ ആയിരിക്കാം. നിങ്ങളൊന്ന് വർക്കിന് പോയ ടീമിലൂടെ ആയിരിക്കില്ല. വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ, അല്ലെങ്കിൽ ആ വർഷം തന്നെ മറ്റൊരു ടീമിലൂടെ അതിന്റെ 10 ഇരട്ടി ലഭിക്കുന്നതായിട്ട് കാണാം. ഇത് ഹൃദയം കൊണ്ട് ചെയ്യുന്നവർക്ക് മാത്രമേ സാധിക്കൂ. ചില ആളുകളൊക്കെ പണ്ട് ബസ്സിൽ കയറുന്ന സമയത്ത് ചെയ്യുന്ന രീതിയുണ്ട്. കണ്ടക്ടർ ഫ്രണ്ടിലാണെങ്കിൽ നമ്മൾ ബാക്കിലൂടെ കയറും, കണ്ടക്ടർ ബാക്കിലാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലൂടെ കയറും. ആ ഡൗൺലൈനെ ആദ്യം കയറ്റി പോകും, കാരണം പിന്നെ അവർ ടിക്കറ്റ് എടുക്കും. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ അങ്ങനെയുള്ളൊരു ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നവരാണ്. ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് ഈ ബിസിനസ്സിൽ വളരാനായിട്ട് സാധിക്കും. അപ്പോ തുടക്ക സമയങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോ നഷ്ടമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ നഷ്ടം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൃദയം കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു ടീമുകളിൽ നിന്ന് അത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാനത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വർഷം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്യും. അതുപോലെ സീരിയസ് ആയി വരുന്നവർ കൂടുതൽ സമയം വിനിയോഗിക്കുക എന്നുള്ളതാണ് വളരെ ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, നിങ്ങളോട് സീരിയസ് ആയിട്ട് വരുന്നവർ പ്ലാനിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ വരുന്നുണ്ട്. പ്ലാൻ മുഴുവൻ പഠിപ്പിച്ചും ലോകത്തിൽ ഒരു വ്യക്തിയും ഇതിനകത്ത് 1 ലക്ഷത്തിൽ എത്തിക്കാൻ സാധിക്കില്ല. പക്ഷെ അവർക്കൊരു 25,000 കിട്ടും നിങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനൊരു 4 ലീഗ് വരച്ചുകൊണ്ട് ഒരു LOB അങ്ങനെ വരും മാത്രം കാണിച്ചു കൊടുക്കും. പിന്നെ ആ 4 പേരെ നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നു. അതിലൊരു ടീം താഴേക്ക് വളരും. നിങ്ങൾ 4 പേരിൽ ഒരാൾ, നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ ആവുന്നു, അതിന്റെ താഴെ ഒരാൾ വരുന്നു, അതിന്റെ താഴെ ഒരാൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ നമുക്ക് ഒരു 5,000 അല്ലെ 5,600 PV സൃഷ്ടിക്കാൻ പറ്റും. നിങ്ങളുടെ വരുമാനം 25,000 കിടക്കും. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലീഡർഷിപ്പിലേക്ക് വരുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടത്, അവർ ലീഡർ ആണോ എന്ന് തെളിയിക്കാനായിട്ട് ഇന്നത്തെ വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമാണ്. നല്ല പോസ്റ്റുകൾക്ക് ലൈക്ക് അടിക്കണം. പല പോസ്റ്റുകൾ ചുമ്മാ ഇങ്ങനെ വന്നോട്ടിരിക്കുക, എല്ലാവരും ലൈക്ക് അടിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ തട്ടുന്ന പോസ്റ്റുകൾക്ക്, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ പ്രയോജനപ്പെടുന്ന പോസ്റ്റുകൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് ലൈക്ക് അടിക്കും. ലൈക്ക് അടിക്കുന്ന ആളുകൾ ലീഡർഷിപ്പ് എടുക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞ ലീഡറായിട്ടില്ല, ലീഡർഷിപ്പ് എടുക്കാൻ തയ്യാറാവുന്ന ആളാണ്. എന്തുകൊണ്ടാണ് ഈ ലൈക്ക് അടിക്കുക എന്ന് പറയുന്നത്? ഇതുകൊണ്ട് നമ്മുടെ ലീഡർഷിപ്പ് മാത്രമല്ല, മറ്റൊരു പരിപാടി ചെയ്യുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ കുറെ കുംഭകർണന്മാരുണ്ട്. ഈ കുംഭകർണന്മാർ ഉണരും. മനസ്സിലായാൻ പറഞ്ഞ കുംഭകർണന്മാർ എന്താണ്? ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എന്നാ സംഭവം നടന്നത് ഒരു മാസം കൊണ്ട് GMന്റെ ക്രൗൺ ഡയമണ്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പോലും ഈ കുംഭകർണന്മാരിലേക്ക് അടിക്കും. ഒരു മാസം കൊണ്ട് അങ്ങനെ പോസ്റ്റ് എത്തണമെന്ന് പറഞ്ഞാൽ അത് നിസ്സാര പരിപാടിയല്ല. ആ വ്യക്തിയെ പിന്നെ ഈ പൂമാലയിട്ട് ആദരിക്കണം, അല്ലെ പുഷ്പവൃഷ്ടി നടത്തുന്ന വ്യക്തിയാണ്. അതിന് പോലും ലൈക്ക് അടിക്കില്ല. അത് കുംഭകർണന്മാർ നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പൊ അവര് ജീവിതത്തിൽ ലീഡർഷിപ്പിലോട്ട് വരും. അപ്പൊ നമ്മൾ ഈ ലീഡർഷിപ്പിലുള്ള ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ ഈ കുംഭകർണന്മാര് ഒറ്റ കണ്ട് നോക്കും, ഇതെന്നാണ് എല്ലാവരും കഥ അടിക്കുന്നത്. അങ്ങനെയെങ്കിലും അവർ തലയിൽ ഈ സാധനം കയറും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ഒരു വ്യക്തിയെ പഠിപ്പിക്കുകയും ആ വ്യക്തി അപ്പോയിന്റ്മെന്റ് എടുത്ത സ്ഥലങ്ങളിൽ പോയി സംസാരിക്കുകയും റിസൾട്ട് നമുക്ക് കിട്ടാതെ വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ലീഡറാണ്. അല്ലാണ്ട് ആ വ്യക്തി എന്നുള്ളതാണ്, ആ വ്യക്തി ഇങ്ങനത്തെ ആയിട്ടാണ്, അതാണ് ജോയിൻ ചെയ്യാത്തത്, അയാൾക്ക് കാര്യം പിടിക്കില്ല, അയാളൊരു മണി ചേഞ്ച് ചെയ്യാൻ, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ടീമിൽ അങ്ങോട്ട് പറയുക, അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും, അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയാനുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടാവും. ഇതാണ് ലീഡർഷിപ്പിലുള്ളവർക്ക് വേണം. വിജയം വരുമ്പോൾ എന്ത് ചെയ്യണം? വിജയം വരുമ്പോൾ ടീമിന്റെ വിജയമായിട്ട് ചൂണ്ടിക്കാണിക്കും. വിജയം വരുമ്പോൾ ഒരിക്കലും നമ്മുടെ വിജയം നല്ല പറയേണ്ടത് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഞാൻ ഓടി വന്നുകൊണ്ടാണ്, ഞാൻ കഷ്ടപ്പെടാന്ന് പറയാതെ നമ്മുടെ ടീമിന്റെ വിജയമായിട്ട് ടീമിൽ അത് കാണിച്ചു കൊടുക്കുക.
ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയാണ് ലീഡർഷിപ്പ് ലീഡർ. നിങ്ങൾ നോക്കും, ഒരു ഫുട്ബോൾ കോച്ച് അല്ലെങ്കിൽ ഒരു കോച്ച് എടുത്തു കഴിഞ്ഞാൽ ആ കോച്ച് ഏതിന്റെ എന്ത് കളി ആയിക്കോട്ടെ, ഹോക്കി ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിക്കറ്റ് ആയിക്കോട്ടെ, കോച്ച് എപ്പോഴും ഒരു വ്യക്തിയല്ല ഫോക്കസ് ചെയ്യുന്നത്, ഒരു ടീമിനെയാണ്. ഇവിടെ നീ അവിടെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഒരു ടീമിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ടീമിനെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ലീഡർഷിപ്പിലേക്ക് വരുന്നത്. അപ്പൊ ടീമിനെ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും തയ്യാറാവുക. ഈ ടീമിൽ നിന്ന് ലീഡറെ കണ്ടെത്തുക, അവിടെയാണ് നമ്മൾ. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ടീമിൽ നിന്ന് ലീഡറെ കണ്ടെത്തുക. ടീമിൽ നിന്ന് ലീഡറെ കണ്ടെത്തുന്ന വ്യക്തിയാണ് ലീഡറായി മാറുന്നത്. അദ്ദേഹമാണ് വേൾഡ് ക്ലാസ് ലീഡറായി മാറുന്നത്. അപ്പൊ നമ്മൾ ലീഡർ ആകുമ്പോഴും നമ്മൾ വേൾഡ് ക്ലാസ് ലീഡറായിട്ട് വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ടീമിൽ ലീഡറെ കണ്ടെത്തുമ്പോഴാണ്. അത് ടീമിനെ മൊത്തത്തിൽ നോക്കുമ്പോഴാണ് അതിൽ ലീഡർഷിപ്പ് പിന്നുന്ന കൂടുതൽ തെളിയുന്ന, കൂടുതൽ ചിരിക്കുന്ന, കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളെ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ആകാശത്ത് അനേകായിരം നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കും അല്ലേ ചില സമയങ്ങളിൽ. പക്ഷെ അതിൽ നമ്മൾ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ഓരോ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ നമ്മൾ അവരെ ഫോക്കസ് ചെയ്യുന്നു, ഒപ്പം ടീമിനെ മൊത്തത്തിൽ ഫോക്കസ് ചെയ്യും. ഇതാണ് ലീഡർഷിപ്പിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. എപ്പോഴും ലീഡറെ കണ്ടെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക. എന്താണ് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത്? നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മുടെ അപ്ലൈന് സാധിക്കും. ചിലപ്പോൾ നമ്മളുടെ തട്ടത്തിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കില്ല. നിങ്ങൾക്കൊരു തിമിംഗലത്തിന്റെ കുഞ്ഞിനെ കിട്ടി, അത് അക്വേറിയത്തിലോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലിട്ട് വളർത്താൻ പറ്റുമോ? അതിന് കിടന്നു തന്നെ വേണം. ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ചിലപ്പോൾ തിമിംഗലത്തിന്റെ കുട്ടികളെ കിട്ടും. ഈ കുട്ടികളെ നിങ്ങളുടെ ചെറിയ വെച്ച് വളർത്തിയാൽ അത് വളരില്ല. അതിനെ വളർത്താൻ പറ്റുന്ന കടൽ നമ്മൾ കാണിച്ചു കൊടുക്കണം, അതിനുള്ള ലീഡർമാരെ കാണിച്ചു കൊടുക്കണം. അപ്പൊ അവരവിടെ കിടന്ന് വളരും. എന്താണ് ഗുണം? പിന്നെ നമ്മൾ ടീമായിട്ട് തിരിഞ്ഞു നോക്കേണ്ടവർ. അപ്പം കടൽ കാണിച്ചു കൊടുക്കുക, അപ്ലൈനെ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആഴത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് എല്ലാം സംഭവിക്കുന്നത്. ആഴത്തിലാണ് മുത്തുകളും പവിഴവും കിടക്കുന്നത്. അപ്പൊ അതിനെ കണ്ടെത്താൻ ഒരു മാർഗമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും മുകളിൽ പോയാൽ പരൽമീനെ മാത്രമേ കിട്ടുള്ളൂ. പരൽമീനെ പിടിക്കുന്ന നല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. കൊമ്പനെ പിടിക്കുന്നതാണ്. കൊമ്പൻ സ്രാവ് കിട്ടണമെങ്കിൽ പുറംകടലിൽ പോകണം, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം. താഴേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് ലഭിക്കും. ഇവിടെ ഒറ്റ കാര്യം ഞാൻ പറയുന്നു, ഇതിനെല്ലാം ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തമായ പെയിൻ ഉണ്ടാവും. ഇട്ടേച്ച് പോകാനായിട്ട് തോന്നും. പലതരത്തിലുള്ള പെയിൻ, ശാരീരികമായിട്ടുള്ള പെയിനോ മാനസികമായിട്ടുള്ള സാമ്പത്തികമായ പെയിനോ ഒക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇതിനെല്ലാം ഓവർകം ചെയ്യുമ്പോഴാണ് നിങ്ങൾ ലീഡറായിട്ട് മാറുന്നത്. ലോകത്ത് ലീഡറായിട്ടിരിക്കുന്ന മുഴുവൻ പെയിനിലൂടെ മാത്രമാണ്. നമ്മൾ ജനിച്ചതും ഒരു പെയിനിലൂടെയാണ്. അപ്പൊ അതിന് തയ്യാറാകുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. ഞാൻ പറയുന്നു, 10,000 മണിക്കൂർ നിങ്ങൾ ഫോക്കസ് ചെയ്തോ, നിങ്ങൾ വേൾഡ് ക്ലാസ് ലീഡറായിട്ട് മാറും. ഒരു സംശയം, വേൾഡ് നമ്പർ 1 916 ആയി മാറും. അപ്പോ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഈ ഒരു മൈൻഡിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിച്ചാൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു ലീഡർഷിപ്പിലേക്ക് വരാൻ സാധിക്കും. ലീഡർഷിപ്പിലേക്ക് വരുന്നവരാണ് യഥാർത്ഥത്തിൽ നെറ്റ്വർക്കിലൂടെ പാസീവ് ഇൻകം നേടിയെടുക്കുന്നത്. ആ പാസീവ് ഇൻകം നേടിയെടുക്കാൻ നാളെ തന്നെ ലീഡറാവുമല്ല, ലീഡർക്ക് വേണ്ട പല ക്വാളിറ്റികൾ ഉണ്ടാക്കിയെടുക്കുക. ഡ്രസ്, ഞാൻ പറയാത്തവരുടെ കാര്യങ്ങൾ, ഡ്രസ് കോഡൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മൾ ഇന്നത്തെ ഒരു നേരം ആഹാരം കഴിച്ചതിൽ പോലും നമ്മുടെ ഡ്രസ് കോഡ് വളരെ നന്നായിരിക്കണം. നിങ്ങളുടെ ഡ്രസ് കോഡിൽ അറിയാൻ പറ്റും നിങ്ങൾ വിജയിക്കുകയില്ലയോ. നിങ്ങൾ വിജയിക്കുകയോ നിങ്ങളുടെ ഡ്രസ് കോഡിൽ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ലീഡർമാരെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ വേൾഡ് ക്ലാസ് 916 ലീഡറാവും. ലീഡർമാരെ കണ്ടെത്താണെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇവിടെ എത്ര മണിക്കൂർ ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ മറ്റ് വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൂടെ നടക്കാനുണ്ട്. അത് ലീഡർ ഇവിടെ അനൗൺസ് ചെയ്യും. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പോ ഇന്നത്തെ ഈ 1200 വർഷം തികയുന്ന അല്ലെങ്കിൽ പുതിയ നൂറ്റാണ്ടിലേക്ക്, അല്ലെ പുതിയ നൂറ്റാണ്ടിലെ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചിങ്ങം അല്ലെങ്കിൽ മലയാള മാസം 1-ാം തീയതി ഇന്നുമുതൽ തീരുമാനങ്ങൾ ലീഡർഷിപ്പിലേക്ക് എത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം ദൈവത്തിന്റെ ഭാഗത്ത് ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു നിഖിൽ സാർ, താങ്ക് യു സോ മച്ച്. വളരെ വളരെ എനിക്ക് പറയാൻ വാക്കുന്നില്ല. ഇത്രയും നല്ലൊരു ഈ ദിവസത്തിൽ ഇങ്ങനെയൊരു സെഷൻ നമുക്ക് തന്ന ഉണ്ണിക്കൽ സാറിന് വളരെയധികം നന്ദി എല്ലാവരും പേരിൽ ഞാൻ അർപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക, കാരണം നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതന്നെ നമ്മുടെ എല്ലാവരും ഭാഗ്യമാണ്. ഇങ്ങനെ ഒരു സെഷനൊക്കെ കേൾക്കാൻ സാധിക്കുക. ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ മനസ്സിലാക്കി ഉള്ളിൽ തട്ടി ഇത് ചെയ്യുന്ന ആൾക്കാർ, ഇത് നമ്മുടെ എന്താ പറയുന്നത്, ഓണർഷിപ്പ് എടുക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും നമ്മൾ ഇതിൽ വിജയിക്കും. അതിന് വേണ്ട നമുക്ക് മനസ്സിലായി, അതിനുള്ളൊരു സിസ്റ്റം നമ്മുടെ ഇവിടെ ഉണ്ട്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിന് വേണ്ട ലീഡേഴ്സ് നമ്മുടെ ഇവിടെ ഉണ്ട്. അത് സാറിനെ പോലെ നമുക്കത് ഒത്തിരി ലീഡേഴ്സ് നമ്മുടെ ടീമിലുണ്ട്. അപ്പം വളരെ വളരെ താങ്ക്സ്. നമുക്ക് ഇനി അടുത്ത സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ